ഹലോ JD ഓഫ് CCയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എറണാകുളം ടു മലപ്പുറം ട്രെയിൻ യാത്രയാണ്. ഇൻട്രൊഡക്ഷൻ തുടക്കത്തിൽ എടുക്കാൻ പറ്റിയില്ല, കീ കാണാനുണ്ടായില്ല, മൊത്തത്തിൽ ജഗ പുകയായിരുന്നു. അപ്പോൾ ഇൻട്രോ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എന്നാൽ നമുക്ക് പോയി കണ്ടിട്ട് വന്നാലോ. 6:10 ഇറങ്ങിയത് തന്നെ, അതുകൊണ്ട് തന്നെ നല്ല സ്പീഡിന് പോവായിരുന്നു. രാവിലെ ആയതുകൊണ്ട് തന്നെ ബ്ലോക്കും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അവിടെ എത്തി, വണ്ടി പാർക്കിങ്ങിന് വെച്ചു, നല്ല സ്പീഡിന് അവിടെ കയറി. ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. ട്രെയിൻ വെയിറ്റ് ചെയ്യാണ്. 6:45 ട്രെയിന്. ഇങ്ങനെ വെയിറ്റ് ചെയ്തോടെ ഇങ്ങനെ ഇരിക്കുകയാണ്. നല്ല തിരക്കുണ്ട്, വർക്കിംഗ് ഡേ ആയാലും. അങ്ങനെ ഞങ്ങളുടെ ട്രെയിൻ എത്തി. ഗായ്സ്, അപ്പം ഞങ്ങൾ ട്രെയിനിൽ കയറി. എടുത്തിട്ടില്ല, ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് ട്രെയിൻ പോകാൻ വേണ്ടി. ഈ ഒരു ടൈം കാണാൻ നല്ല ഭംഗിയാവും കേട്ടോ. നല്ല ഭംഗിയെന്ന് വെച്ചാൽ ഒരു പ്രത്യേക രസമാണ്. ഇങ്ങനെ നോക്കി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കാഴ്ചയൊക്കെ. പിന്നെ ട്രെയിൻ എടുത്ത് കഴിഞ്ഞ് ട്രെയിനിൽ കയറിയപ്പോൾ ഫസ്റ്റ് ഒരു കാപ്പി വന്നു. ആ കാപ്പി കുടിച്ച്, പക്ഷേ വലിയ ടേസ്റ്റൊന്നുമില്ല, ഒരു വികാരവും ഇല്ലാത്തൊരു വൃത്തികെട്ട കാപ്പിയായിരുന്നു. പക്ഷെ കുടിച്ചു, മധുരമില്ല, ഒന്നും ഉണ്ടായില്ല. പിന്നെ ട്രെയിനിൽ കയറിയാൽ കൂടുതലും ഞാൻ ഫോൺ യൂസ് ചെയ്യില്ല. കുറേ കാഴ്ചകളൊക്കെ കണ്ട് ഇപ്പം തന്നെ ആ ചേട്ടൻ പത്രം വായിക്കുക, ഞാൻ അതും നോക്കിയിരിക്കും. ഇവിടെ ഇപ്പോൾ വീട്ടിലെത്തുമ്പോഴത്തേക്കും ഒരു 11:30 ആവും. ട്രെയിൻ ഇറങ്ങുമ്പോൾ 12:30 ആവും വീടെത്തുമ്പോഴത്തേക്കും. വർക്കിംഗ് ആണ് രണ്ടുപേർക്കും. വീട്ടിലെത്തിയിട്ട് വേണം പണി ചെയ്യാൻ എന്നാണ് അവിടെ പറഞ്ഞത്. ഞാൻ ട്രെയിനിലായതുകൊണ്ട് തന്നെ ഭയങ്കര സൗണ്ട്, അതുകൊണ്ട് തന്നെ വോയിസ് ഓവർ ഇവിടെ ചെയ്യുന്നത് കേട്ടോ. അങ്കമാലി എത്തിയിട്ടുള്ളൂ. ഇനിയുണ്ട് തൃശ്ശൂർ, ഷൊർണൂർ കഴിഞ്ഞാൽ പിന്നെ കാണാനൊരു സമയം പൊക്കോളും. കണ്ടിരിക്കുമ്പോൾ ഒരു സമയം അങ്ങോട്ട് പോകണത് പോലെ എനിക്ക് അങ്ങോട്ട് ഫീൽ ചെയ്തിട്ടുള്ളൂ. പിന്നെ ചായ ഒക്കെ കുടിച്ച് ഓരോ വിശേഷമൊക്കെ പറഞ്ഞ് ഓരോ കാഴ്ചയൊക്കെ കണ്ടിരുന്ന് തൃശ്ശൂരെത്തി. ഞങ്ങളിവിടെ തൃശ്ശൂരെത്തിയിട്ടുള്ളൂ. സാമൊരു ഉറങ്ങി. എന്തെങ്കിലൊക്കെ പറയും. ഗുഡ് മോർണിംഗ്. ഒന്നും പറയാനില്ലാത്തതുകൊണ്ട് തൃശ്ശൂരാണ്. ആരുമില്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ റീൽസൊക്കെ കണ്ടു വരികയായിരുന്നു. കോട്ടയം ടു നിലമ്പൂർ എക്സ്പ്രസ് ആണിത്. മലപ്പുറം വന്നവർക്കൊക്കെ ഈ ട്രെയിനിൽ വരുന്നതാവും നല്ലത്. ബസ്സിന് വന്നാൽ നമുക്ക് വെറും സമയം നഷ്ടം മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഞങ്ങൾ തനി മലയാളിയുടെ വീഡിയോസൊക്കെ കണ്ടുവരുമായിരുന്നു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമാണ് തനി മലയാളിയുടെ വീഡിയോ കാണൽ. പിന്നെ വേറെ ആരും ഉണ്ടായില്ല, ആ ഒരു ചെക്കൻ മാത്രമേ ഉണ്ടായുള്ളൂ. ആ ചെക്കൻ പാവപ്പോഴും ഉറക്കായിരുന്നു. ഇത് ഷൊർണൂർ എത്താറാകുമ്പോഴുള്ളൊരു വ്യൂവാണ്. നല്ല ഭംഗിയാണ്. രാവിലെ തിരക്ക് കുറവാണ്. വൈകുന്നേരം ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ നല്ല തിരക്കുണ്ടാവലുണ്ട്. റിലാക്സേഷന് വേണ്ടിയിട്ട് ആൾക്കാർ വരുന്നതാവും. സൺഡേ അല്ലേ ഞങ്ങൾ കാണല്. നല്ല ഭംഗിയുള്ളൊരു വ്യൂ. ഈ ഒരു ടേണിങ് കഴിഞ്ഞാൽ ഷൊർണൂരാണ് കേട്ടോ. നമ്മൾ ഷൊർണൂർ എത്തിയിരിക്കുകയാണ്. ഇനി ഇവിടെ കുറച്ച് അരമണിക്കൂറൂടെ പിടിച്ചിടും. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പോകും. ഞങ്ങളിപ്പോൾ 2 വട്ടമായിട്ട് IRCTCയുടെ ഫുഡാണ് കഴിച്ചത്. നല്ലതായിരുന്നു. അങ്ങനെ കഴിക്കാൻ കയറി ഞങ്ങൾ. ശ്യാം പൊറോട്ടയും ഞാൻ വെള്ളയപ്പവും പറഞ്ഞു. ഇടിയപ്പം കഴിക്കാൻ തോന്നുന്നു. ഇടിയപ്പം ഇവിടെ ഇല്ല. അപ്പോൾ നമ്മൾ കഴിച്ചിട്ട് കാണാം. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. വെള്ളവും പോപ്കോണൊക്കെ മേടിച്ച് ട്രെയിനിൽ തിരിച്ച് കയറാണ്. ട്രെയിൻ കുറച്ച് ലേറ്റായിട്ടാണ് ഇവിടെ നിന്ന് എടുത്തത്. ഞാനവിടെ പോപ്കോണൊക്കെ കഴിച്ചിരുന്നു. ശ്യാമോടെ വർക്കൊക്കെ ചെയ്തിരുന്നു. വന്ദേ ഭാരത് ഒന്ന് വരുന്നുണ്ട്, അതും പോയി. ഇനി വേറൊന്ന് വന്നിട്ടേ പോളെന്ന് കേട്ടത്. പിന്നെ ട്രെയിൻ എടുത്തു. പിന്നെ രണ്ടുപേർക്കും വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് തന്നെ രണ്ടുപേരും 2 പാട്ടിനിരുന്ന് വർക്ക് ചെയ്തു. പിന്നെ നെറ്റൊന്നും കിട്ടിയില്ല, ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഇങ്ങനെ പോയി. ഇത് ഷൊർണൂർ ടു നിലമ്പൂർ റോഡാണ്. നൈസാണ്. എനിക്ക് പലപ്പോഴും ഒരു ട്രിപ്പ് വരുന്ന ഫീലാണ് തോന്നിയേക്കണേ. കാരണം എൻ്റയർലി ഡിഫറെൻ്റ് അറ്റ്മോസ്ഫിയർ ആണല്ലോ. പിന്നെ നൈറ്റ് ലൈഫൊക്കെ മിസ്സ് ചെയ്യും. അത് ഞാൻ എൻ്റെ ഫാമിലി നല്ല വൈബാണ്, അതുകൊണ്ട് തന്നെ അത് ഓവർകം ചെയ്യലും ഉണ്ട് ആ ഒരു നൈറ്റ് ലൈഫ്. അങ്ങാടിപ്പുറം എത്തി. ഇനി നെക്സ്റ്റ് സ്റ്റോപ്പാണ് നമ്മുടെ വാണിയമ്പലം. ശ്യാമ, അടുത്ത സ്റ്റോപ്പ് ഏതാ? ആറ്റിറ്റ്യൂഡ് ആട്ടോ. പട്ടിഷോയാ. പട്ടിഷോ എന്ന് പറഞ്ഞാൽ വെറും പട്ടിഷോ. സമയം ഇപ്പോൾ എത്ര മണിയായി? 11:10. 12, 11:30 ആകുമ്പോഴത്തേക്ക് എത്തും.
വീട്ടിലൊരു 12 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എത്തുമായിരിക്കും. അച്ഛൻ വരുമോ? അച്ഛൻ വരില്ല. അപ്പം ഞങ്ങൾ ബസ്സിനാവും പോവുക. അങ്ങനെയാണ്. ഇവിടെ ഇങ്ങനെ നിർത്തിയിട്ടേക്കാ ട്രെയിൻ. നേരത്തെ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ചേട്ടൻ എന്നോട് പറഞ്ഞു ഞാൻ പുറത്തുണ്ട് കുട്ടിയെന്ന്. ഞങ്ങൾ വാണിയമ്പലം പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങാടിപ്പുറത്തുനിന്ന്. ഞങ്ങളങ്ങനെ എത്തി, ഇറങ്ങാൻ പോവാണ്. ഞങ്ങളങ്ങനെ എത്തി ഗായ്സ്, ഇറങ്ങി. ഇങ്ങനെ നടക്കാണ്. ഇറങ്ങി ഇനി ബസ് കയറണം. ഞങ്ങളിങ്ങനെ നടക്കാണ്. ബസ് സ്റ്റോപ്പിലേക്ക് ഇങ്ങനെ നടക്കണം. ട്രെയിൻ ഇറങ്ങി. വാണിയമ്പലം. ശ്യാമേ, എന്താണ് നാട്ടിലെത്തിയുള്ള റിയാക്ഷൻ? അതോ ഏത്? അത് ശ്യാമിൻ്റെ കൂട്ടുകാരാണല്ലോ. കണ്ട് സംസാരിച്ചിട്ട് വരാം നമുക്കപ്പോൾ. നമ്മളപ്പോൾ അവരെ കണ്ട് സംസാരിച്ചു, അതുകൊണ്ടാണ് പിന്നെ വീഡിയോ എടുക്കാണ്ടിരുന്നത്. എന്നിട്ട് ഇങ്ങനെ നടക്കാം ബസ് സ്റ്റോപ്പിലേക്ക്. വാണിയമ്പലം റെയിൽവേ സ്റ്റേഷൻ. ഇത് തിരക്ക് കുറവാട്ടോ. പൊതുവെ വർക്കിംഗ് ഡേ ആയതുകൊണ്ടാന്ന് തോന്നുന്നു. സാധാ ഇവിടെ ഭയങ്കര തിരക്കാമല്ലോ. വൈകുന്നേരത്തെ ആ ട്രെയിനിന് ഭയങ്കര തിരക്കാണ്. അത് വർക്കിംഗ് ഡേ ആയാലും അല്ലെങ്കിലും ഞാൻ കണ്ടേക്കണം അങ്ങനെ കേട്ടോ. ഇപ്പോൾ ഒരു 2-3 വട്ടമായല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. കുറച്ച് നടക്കാനുണ്ട്. ഇവിടെ ഇപ്പോൾ റെയിലൊക്കെ മാറ്റി. ഒറ്റ റെയിലായിരുന്നു പണ്ടൊക്കെ എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഇതൊക്കെ 2ആയി. അവിടെ വെച്ചിട്ട് എന്തോ 2ആയി ട്രെയിൻ പാളമൊക്കെ. തെറ്റാന്നാ? ആണോ? ഇവർക്കല്ലേ അറിയുള്ളൂ, നമുക്കറിയില്ലല്ലോ. നമ്മൾ പുറത്തുനിന്ന് വന്ന ടീംസ് അല്ലേ. പിന്നെ ട്രെയിനൊക്കെ ഇറങ്ങി ഒരു ഷോർട്ട് കട്ടുണ്ട് ബസ് സ്റ്റോപ്പിലേക്ക്. അങ്ങനെ ഷോർട്ട് കട്ടിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. ഓരോന്ന് പറഞ്ഞിങ്ങനെ നടക്കുക. ശ്യാമിന് നാടെത്തിക്കഴിഞ്ഞ ഒരു വേറെ വൈബാണ്. എന്നോട് പറയും വേറൊരു ഫീലാണ് തോന്നുന്നത്. ശരിയാണല്ലോ, സ്വന്തം നാട്ടിൽ വരുമ്പോൾ ആ ഒരു ഫീല് വേറെ ആണല്ലോ. പിന്നെ ബസ് സ്റ്റോപ്പിൽ കുറേ നേരം പോസ്റ്റായിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ ഒരു ബസ് വന്നു. ബസ് കയറി എനിക്ക് രസമാണ്, ഇഷ്ടമാണ്. പഴയ പാട്ടൊക്കെ കേൾക്കാം, കുറേ പാട്ട് നല്ല നല്ല കേൾക്കാം. പിന്നെ അവിടെ ഇറങ്ങി ഒരു ഓട്ടോ കയറി. നാടെത്തിയതിൻ്റെ അഹങ്കാരം. സമാധാനമല്ല, അഹങ്കാരം. ശ്യാമിൻ്റെ വീടിൻ്റെ വഴി കാണാൻ നല്ല ഭംഗിയാണ്. അവിടെ ഇപ്പോൾ നെല്ല് പുതിയതായിട്ട് വിളവെടുപ്പിക്കാൻ വേണ്ടി റെഡിയാക്കാൻ വേണ്ടി പാടം പൂട്ടിയിട്ടേക്കണ എന്തോ പ്രോസസ്സാണ്. മലപ്പുറംകാരങ്ങനെയാണ് പറയണേ. എറണാകുളത്ത് എങ്ങനെയാണെന്ന് എനിക്കറിയാൻ പാടില്ല. അങ്ങനെ ഞങ്ങൾ വീടെത്തി. പൈസ കൊടുക്കുക അവിടെ. അങ്ങനെ ഞങ്ങൾ എത്തി, കയറാണ്. ജൂലിനെ കാണിച്ചു തരാം. ജൂലി തുറന്നുവിടല്ലേ ജൂലി. ജൂലിയുടെ പ്രഹസനം. ഇവിടെ അവരൊക്കെ എവിടേക്കും പോയേക്കാണ്, വന്നിട്ടില്ല. മഞ്ചേരി എന്തോ പോയേക്കാന്ന് പറഞ്ഞ. അപ്പോൾ വീട്ടിൽ കയറി. ഇനി കുളിക്കണം, ഫുഡ് കഴിക്കണം, പണി സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വേറെ ദിവസം കാണാം. ടാറ്റാ, ബൈ ബൈ, സി യു.